യുവവാണി. പ്രിയ ശ്രോതാക്കളെ, കരിയർ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമുള്ള ഏതൊരാൾക്കും സൗജന്യമായി ഈ സേവനം നൽകുന്ന ക്യുസാറ്റ് എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ ഡെപ്യൂട്ടി ചീഫ് കൃഷ്ണകുമാർ എസുമായുള്ള സംഭാഷണം കഴിഞ്ഞ യുവവാണിയിൽ നിങ്ങൾ കേട്ടുകാണുമല്ലോ. ആ പരിപാടിയുടെ തുടർഭാഗമാണിന്ന്. +2 തലത്തിൽ തന്നെ ആർട്സ് വിഷയങ്ങൾ പഠിക്കുന്നതിനോട് പൊതുവെ വിമുഖത കാണിക്കാറുണ്ട് വിദ്യാർത്ഥികൾ. എല്ലാവരും വിചാരിക്കുന്നത് സയൻസിലാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ ഉള്ളത് എന്നാണ്. അപ്പോൾ ഈ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെയാണ് സാധ്യതകൾ? ഹ്യൂമാനിറ്റീസ് അധികം കോഴ്സുകളൊന്നും ആരും ആവശ്യപ്പെടുന്നില്ല. മുഴുവൻ ഈ സയൻസിലാണ് അത് സംഗതി വരുന്നത്. അതേസമയം നമുക്ക് സയൻസും ഉണ്ട്, കൊമേഴ്സും ഉണ്ട്. പിന്നെ പറയാവുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സൈക്കോളജി. അപ്പം ഞാൻ പറഞ്ഞത് ഹ്യൂമാനിറ്റീസ് മേഖലയിൽ ഉണ്ട്, കോഴ്സുകളുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾക്കൊന്നും അത്രയ്ക്ക് താല്പര്യമില്ല. ഇപ്പോൾ ഹിസ്റ്ററി കഴിഞ്ഞാൽ എന്ത് പഠിക്കണമെന്ന് ആർക്കും അറിയില്ല. ഹിസ്റ്ററി കഴിഞ്ഞാൽ സത്യത്തിൽ ടീച്ചറാകാൻ മാത്രമേ പറ്റുള്ളൂ. എന്നാൽ അതല്ല, ഹിസ്റ്ററി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമായി ബന്ധം മ്യൂസിയോളജി എന്ന് പറയുന്ന മ്യൂസിയത്തിനെ കുറിച്ചുള്ള ഒരു പഠനശാഖ വളരെയേറെ സാധ്യതയുള്ളതാണ്. കുറേ കോഴ്സുകളുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ജോലി കിട്ടാവുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കോഴ്സുകളും ഉണ്ട്. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ നമ്മുടെ കുട്ടികൾക്ക് വലിയ താല്പര്യമുള്ളൊരു മേഖലയല്ല അത്. ഇപ്പം ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിലും ഉണ്ട്, അതുപോലെ തന്നെ പൈതൃക പഠന കേന്ദ്രം ഹിൽ പാലസിലും ഒക്കെ അതിന്റെ കോഴ്സുകളുണ്ട്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യൂറേറ്ററായിട്ടൊക്കെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണത്. അത് തന്നെ. പക്ഷെ നമുക്കതൊന്നും ന്യൂജൻ കോഴ്സായിട്ട് പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ ന്യൂജൻ കോഴ്സുകൾ വേറെ എന്തെങ്കിലും? ന്യൂജൻ കോഴ്സുകൾ എന്ന് പറയുന്നത് തീർച്ചയായും ഞാൻ എൻ്റെ കരിയറുമായി ഒന്ന് ബന്ധപ്പെടുത്തിക്കോട്ടെ. ഈ അഭിരുചിക്ക് ഇണങ്ങുന്ന അല്ലെങ്കിൽ താല്പര്യത്തിന് ഇണങ്ങുന്ന ഒരു കരിയറിലേക്ക് പോകുമ്പോൾ അതിൽ ഈ ന്യൂജൻ കോഴ്സുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഡാറ്റ സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പണ്ട് നമുക്ക് ഇവിടെ അങ്ങനെ ഒരു, അതായത് മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും മാത്രം നിലനിന്നിരുന്ന സാഹചര്യത്തിലാണ് ഈ ഡാറ്റ സയൻസ് വന്നത്. ഇനി ഭാവിയിലേക്ക് ഡാറ്റ സയൻസിന് വലിയ സാധ്യതകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഡാറ്റ സയൻസ് തീർച്ചയായും അങ്ങനെ, അല്ലെങ്കിൽ ലോജിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു വിദ്യാർത്ഥി മാത്തമാറ്റിക്സിന് ചേർന്ന് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ മാത്തമാറ്റിക്സിന് ചേർന്ന് അടുത്ത PG ലെവലിലേക്ക് ഡാറ്റ സയൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ജോലി സാധ്യത വളരെയേറെയുണ്ട്. അതായത് വളരെയേറെ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഗതി. ഇപ്പോൾ ഈ ചാറ്റ് GPT ഒക്കെ വന്ന, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിനോട് സംസാരിച്ച് അത് മറുപടി തരുന്ന, ഉത്തരം തരുന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോൾ അത്തരത്തിലുള്ള ഒരു കോഴ്സ്, അതായത് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള കോഴ്സുകൾ ഏതല്ല, ഇംഗ്ലീഷ് BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ MA ഇംഗ്ലീഷിന് ശേഷമൊക്കെ ചേരാവുന്ന ഒരു കോഴ്സുകളായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അതും ഈ പറയുന്നത് പോലെ ഒരു ഭാവിയിലേക്ക് വളരെയേറെ സാധ്യതയുള്ള ഒരു കോഴ്സാണ്. പിന്നെ പവർ ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംഗതി. പിന്നെ നമ്മൾ ന്യൂജൻ അല്ലെങ്കിൽ പോലും ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന മേഖല എന്നും ന്യൂജനായി തന്നെ നിൽക്കുന്ന ഒരു എവർഗ്രീൻ കരിയറാണത്. നേഴ്സുമാരായാലും അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, കേരളത്തിൽ തന്നെ BSc ലെവലിൽ 13 നേഴ്സിംഗ് ഉൾപ്പെടെ 13 പാരാമെഡിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. അതുപോലെ ഡിപ്ലോമയാണെങ്കിൽ 16 കോഴ്സുകളുണ്ട് ഈ പറയുന്നത്. അതെല്ലാം സാധ്യത നിലനിൽക്കുന്ന കോഴ്സുകൾ തന്നെയാണ്. അതുപോലെ സൈക്കോളജി, കാരണം നമ്മുടെ ഇന്നത്തെ ഒരു ഈ കരിയറിനൊക്കെ സൈക്കോളജിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ മാനസിക ആരോഗ്യത്തിന് വളരെയേറെ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നതിന് വളരെയേറെ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു സാധ്യത, അതായത് ഈ ന്യൂജൻ കോഴ്സുകളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആനിമേഷന് സാധ്യതയുണ്ട്. പിന്നെ ഡിജിറ്റൽ ആർട്ട്, പിന്നെ എത്തിക്കൽ ഹാക്കിങ്, ഇതെല്ലാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വൈജ്ഞാനിക മേഖലയിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരിക്കലും ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ പോയി നേരിട്ട് ഇതിനൊന്നും ചേരരുത്. ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ പരമ്പരാഗത കോഴ്സുകൾ, അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എടുത്തതിന് PG ലെവലിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ BSc മാത്തമാറ്റിക്സ് എടുക്കുക. എന്നിട്ട് MSc ലെവലിലേക്ക് പോകുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകളിലേക്ക്, അതായത് ഈ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നമ്മൾ ഒരിക്കലും തന്നെ, അതായത് നമ്മുടെ ഈ ബിരുദത്തിന് സാധാരണയുള്ള നമ്മുടെ ബേസിക് സയൻസ് അല്ലെങ്കിൽ ആർട്സ് കോഴ്സിന് പോയിട്ട് അത് ബിരുദാനന്തര ബിരുദത്തിന് നമ്മളത് സ്പെഷ്യലൈസ് ചെയ്യുക. അതിനൊരു കാരണം എന്നാണെന്നറിയോ, നമ്മളൊന്ന് വിദ്യാർത്ഥി പക്വത നേടിക്കൊണ്ടിരിക്കുക. അപ്പം 3 വർഷം ഡിഗ്രി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം 4 വർഷമൊക്കെ ആക്കാൻ പോകുന്നത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മറ്റു പല സാധ്യതകൾ
അതേക്കുറിച്ച് അറിയുന്നതും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തിരിഞ്ഞു പോകാനായിട്ട് അല്ലെങ്കിൽ ഒരു ചൂസ് ചെയ്യാൻ അവസരം കിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ബയോ കെമിസ്ട്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ വേണ്ട ഫോറൻസിക് സയൻസ്, BSc ഫോറൻസിക് സയൻസിലേക്ക് പോകുന്നതിന് പകരം BSc കെമിസ്ട്രി കഴിഞ്ഞിട്ട് MSc ലെവലിൽ ഫോറൻസിക് സയൻസ് എടുത്തു കഴിഞ്ഞാൽ BScക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ BSc വെച്ച് മറ്റ് പല മേഖലയിലേക്കും പോകാൻ പറ്റും. അപ്പോൾ BSc ഫോറൻസിക് സയൻസ് ആണ് പിന്നെ അദ്ദേഹത്തിന് പോകാവുന്ന ചുരുക്കം മേഖലകളേ ഉള്ളൂ. അതിലൊന്ന് MSc ഫോറൻസിക് സയൻസ് എടുക്കുക എന്നുള്ളത്. എന്നാൽ കെമിസ്ട്രി അങ്ങനെയല്ല, ജോലി കിട്ടാനും സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അത്തരത്തിൽ വേണം ചിന്തിക്കുക. എന്നാൽ അതല്ല, കൃത്യമായ ഒരു കരിയർ ചൂസ് ചെയ്ത് അതിൽ വളരെയേറെ താല്പര്യനും മിടുക്കനും ഒക്കെ ആയ ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു കോഴ്സ് തന്നെ തിരഞ്ഞെടുത്തിരിക്കണം. പക്ഷേ അങ്ങനെ ഒരു സ്വയം വിലയിരുത്തൽ നടത്തിയതിന് ശേഷം അവിടെയാണ് ഞാൻ ഈ മാതാവിൻ്റെയും പിന്നെ അതുപോലെ തന്നെ അധ്യാപകൻ അല്ല അധ്യാപികയുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ വരുന്നത്, എല്ലാവരും ചർച്ച ചെയ്യണമെന്ന് പറയണത്. അതുമാത്രമല്ല സാർ, ആദ്യമേ പറഞ്ഞിരുന്നു നമ്മൾ ഒരു കരിയർ മാത്രം മുന്നം വെക്കാതെ രണ്ടെണ്ണം, അതായത് സമാന സ്വഭാവമുള്ള കരിയറുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതാണ് അതിനകത്ത്. ഇപ്പം ഒരു അധ്യാപികയാകണം എന്ന് ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അദ്ദേഹം MA MSc MCOM ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കോളേജിൽ അധ്യാപികയാകാം. പിന്നെ ഞാൻ പറഞ്ഞ UGC നെറ്റ് അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുക്കണം. അതുപോലെ തന്നെ ഒരു BEd എടുക്കുകയാണെങ്കിൽ ഒരു ഹയർ സെക്കൻഡറി, അതായത് പ്ലാൻ B ആയിട്ട് ഹയർ സെക്കൻഡറി, പ്ലാൻ A ആയിട്ട് കോളേജ് അധ്യാപികയാകാം. അതുപോലെ തന്നെ ഈ BEഡും ഉണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേറ്ററ്റ് എന്ന് പറഞ്ഞ ഒരു പരീക്ഷയും കൂടെ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ഹൈസ്കൂളിലും അധ്യാപികയാകാം. അപ്പോൾ ആ പ്ലാൻ A B C, അതായത് ഇങ്ങനെയുള്ള ഒരു രീതിയിൽ പഠനം ഇതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കോളേജിൽ അധ്യാപികയായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഹയർ സെക്കൻഡറിയിലേക്ക് നമുക്ക് ശ്രമിക്കാം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ശ്രമിക്കാം. ഇനി അത് കിട്ടിയില്ലെങ്കിൽ ഹൈസ്കൂളിലാകാം. ഇനി ഹൈസ്കൂളിൽ ടീച്ചർ ആയിരിക്കെ തന്നെ നമുക്ക് മറ്റ് കോളേജ് അധ്യാപികയായിട്ടോ ഹയർ സെക്കൻഡറി അധ്യാപികയായിട്ടോ നമുക്ക് ശ്രമിക്കുന്നതിന് തടസ്സമില്ല. അതാണ് ഈ ഒന്നിലധികം കരിയറുകൾ ചൂസ് ചെയ്യണമെന്ന് പറയുന്നത് കാരണം. നൂജൻ കോഴ്സ് പറഞ്ഞപ്പോൾ 5 വർഷം കമ്പ്യൂട്ടർ സയൻസ് LLBയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സാധനമാണത്. അതായത് ഉണ്ടല്ലോ, സപ്പോസ് ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഒരു കോപ്പിറൈറ്റ് സംബന്ധമായ ഒരു കേസ് കോടതി വരിക, അവിടെ വന്ന് ഈ പ്രശ്നം നമ്മൾ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടർ ആയിട്ട് ബന്ധമുള്ള ആൾക്കാരല്ലേ പറ്റുള്ളൂ. വക്കീൽമാർ ചെയ്യുന്ന പണി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് പഠിച്ചിട്ടാണ് കാര്യത്തിൽ പറയണത്. പക്ഷേ ഇപ്പോഴത്തെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനത്തിനകത്തൊന്നും പഠനം കൊണ്ടാവുകയില്ല. അപ്പോൾ ഒരു വിദഗ്ധനോട് ഒരു സാക്ഷിയായിട്ട് നിർത്തി വിസ്തരിക്കണമെങ്കിൽ പോലും അവന് ഈ സാങ്കേതികത്വമൊക്കെ അറിഞ്ഞിരിക്കണം. ഒരു കാലഘട്ടത്തിൽ ലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പം ഈ ലോയ്ക്കകത്തേക്ക് ആദ്യം വന്നത് BCom ആണ്. കാരണം മർക്കൻറ്റൈൽ ലോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിനകത്ത് ഈ കോൺട്രാക്ട്, കാരണം ഏറ്റവും കൂടുതൽ കേസ് വരുന്ന അവിടെയാണല്ലോ. ഈ പഠനത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാര്യമാണ് ഈ പഠനക്രമത്തിൽ അല്ലെങ്കിൽ കരിക്കുലത്തിനകത്തുള്ള ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ പിന്നെ ചെറിയ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ സാധാരണ രീതിയിൽ നമ്മളിപ്പം ഒരു അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പരമ്പരാഗത BA BSc BComനകത്തൊക്കെ ഉള്ള ചെറിയ പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ വളരെ ലാഘവത്തോടെ കാണുകയും വല്ല മുൻ വർഷങ്ങളിൽ എഴുതിയ ആൾക്കാരുടെ പകർത്തി എഴുതിയൊക്കെ കൊടുത്ത് പരീക്ഷ പാസ്സാകുന്ന രീതിയാണ്. പക്ഷെ അതൊക്കെ പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്കൊരു ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ വരുമ്പോൾ ഈ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സ്ഥാപനം, അതായത് ഇന്റേൺഷിപ്പിന് നല്ല സ്ഥാപനത്തിൽ ചേർന്ന് നല്ല ഭംഗിയായി ഇന്റേൺഷിപ്പ് ചെയ്ത് ആ കോഴ്സ് പൂർത്തീകരിച്ച് കഴിയുമ്പം ഈ ഇന്റേൺഷിപ്പ് ചെയ്ത സ്ഥാപനം തന്നെ നമുക്ക് ജോലിക്കെടുക്കും. കാരണം അവർക്കും ഗുണമാണ്. അവർ ആ സ്ഥാപനത്തിലെ കാര്യങ്ങളെല്ലാം ഈ കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു പുതിയ ഫ്രഷ് ഹാൻഡ് ആയിട്ടുള്ള അവർ വരുന്നത്, അത്യാവശ്യം കാര്യം അറിഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത്. രണ്ടാമത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി കുട്ടിയുടെ സ്വഭാവവും പെരുമാറ്റവും അവൻ്റെ അറിവും ഒക്കെ ഇവർ മനസ്സിലാക്കി. അപ്പോൾ അവർക്ക് പറ്റിയ ആളാണോ എന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ട് അവർ സെലക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഇന്റേൺഷിപ്പ് സീരിയസ് ആയി കാണുകയും ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ക്രമം. കേരളത്തിൽ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിലുള്ള കോളേജുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്വന്തം നിലയ്ക്ക് പഠിച്ച് വേണം സെമിനാറുകൾ അവതരിപ്പിച്ച് ഈ സെമിനാറുകൾ വിലയിരുത്തിയാണ് ഇന്റേണൽ മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ വരും ചോദിച്ചാൽ കേരളത്തിൽ നിന്ന് +2 വരെ ഇങ്ങനെ പഠിച്ചു പോയ ഒരു കുട്ടി കേരളത്തിന് വെളിയിലുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു കോളേജിൽ പോയിട്ട് അല്ലെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഒരു കോളേജിൽ പോയി ഇത്തരത്തിൽ വരുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുട്ടിയും ബൗദ്ധികമായിട്ട് ഉയർന്ന തലത്തിലുള്ള കുട്ടിയൊക്കെയാണ് അവൻ സ്വന്തം പ്രയത്നം കൊണ്ട് ഈ സാധനമൊക്കെ കുറേയൊക്കെ നേടിയെടുക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സംഗതിയൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മളും വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ എന്നുള്ളൊരു സംഭവം ഇവിടെ വലിയ കാര്യമായിട്ട് പറയുന്ന, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എല്ലാ ബുധനാഴ്ച ദിവസവും കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് വിളിച്ചുകൊണ്ട് ധാരാളം പരസ്യമുണ്ട്. അപ്പോൾ അക്കൗണ്ടന്റിന്റെ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? എങ്ങനെയുള്ള അക്കൗണ്ടിനെ അവർക്ക് വേണ്ടതെന്നുള്ളതാണ്. അതായത് BCom പാസ്സായി ടാലി എന്ന് പറയുന്ന സംഗതി അറിഞ്ഞിരിക്കണം, GSTയുടെ കോഴ്സ് പാസ്സായവനായിരിക്കണം, ഈ പറയുന്ന എക്സലിനകത്ത് മിടുക്കനായിരിക്കണം, 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എറണാകുളം ജില്ലയിൽ ഒരു ജോലി കിട്ടാൻ ഒരു
ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതെങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കരിയർ പ്ലാനിങ്ങിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. ഞാനൊരു അക്കൗണ്ടന്റ് ആകണം എന്ന ആഗ്രഹത്തിൽ അല്ലെങ്കിൽ ഒരു കരിയർ ചൂസ് ചെയ്ത് ലക്ഷ്യം വെച്ച് ബികോം പഠിക്കാൻ ചേരുന്ന ഒരു കുട്ടിയാണ് 1-ാം വർഷം തന്നെ അവൻ ഡാറ്റ എൻട്രിക്കാണ് ചേരേണ്ടത്. ഒരു കോഴ്സ് ഡാറ്റ എൻട്രി, കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രവൃത്തി ചെയ്യുന്ന മുഴുവൻ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയാണ്. അതിൽ ഇൻപുട്ട് കൊടുക്കുന്നത് ഈ ടൈപ്പ് ചെയ്താൽ. അപ്പോൾ ടൈപ്പിങ്ങിന് നല്ല സ്പീഡ് വേണം. അപ്പോൾ 1-ാം വർഷം ബികോം പഠിക്കുന്നതിനൊപ്പം തന്നെ അവൻ ഡാറ്റ എൻട്രിക്ക് ചേരുക. 2-ാം വർഷം ഇവൻ ചെയ്യേണ്ടത് ഈ ടാലിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു കോഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. അത് പല കോളേജുകളിലും ഇപ്പം ആഡ് ഓൺ കോഴ്സ് ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടാലി പഠിക്കുക. അതോടൊപ്പം തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ എക്സൽ, മൈക്രോസോഫ്റ്റിന്റെ എക്സൽ എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് പഠിക്കുക, നല്ലപോലെ പഠിക്കുക. അവസാന വർഷം ഇവൻ ബികോമിന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ബികോം പരീക്ഷ നല്ലപോലെ എഴുതുക. ഈ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ളത് GST സംബന്ധമായ ഒരു കോഴ്സിന് ചേരുക. ഇനി ബികോം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തിരുവനന്തപുരം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ 1 ഇയർ കോഴ്സ് നടത്തുന്നുണ്ട്. അതിന് പോയാലും തെറ്റില്ല. ഇങ്ങനെ ഇത് പഠിച്ചതിന് ശേഷം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു CA ചാർട്ടേഡ് അക്കൗണ്ട് ഫേമിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ടാക്സേഷൻ സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവിടെയൊക്കെ പോയിട്ട് ഒരു പ്രതിഫലം ഒന്നും ഇല്ലെങ്കിൽ പോലും ജോലി ചെയ്യുക. ജോലി ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഇൻകം ടാക്സ് സംബന്ധമായ റിട്ടേൺ ഫയൽ ചെയ്യുന്ന പരിപാടികൾ, അതുപോലെ തന്നെ ഒരാളുടെ ഇൻകം ടാക്സ് എങ്ങനെ കണക്കാക്കാം, ഇതൊക്കെ ഈ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും. അവിടെ ഇരുന്ന് പുസ്തകത്തിൽ പഠിച്ചതിനേക്കാളും ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ 1-2 വർഷക്കാലം കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ 2 വർഷം എക്സ്പീരിയൻസ് ആയി. ഇത് വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അവൻ ആ ജോലിയിൽ ശോഭിക്കാനാകും. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലുള്ള പാർട്ട് ടൈം ജോബ്സ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ചെയ്താൽ വളരെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബികോമിനോടൊപ്പം തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യും. ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു CA-കാരന്റെ ഫേമിൽ പോയി നമുക്കൊരു ഇന്റേൺ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പഠിക്കുമ്പോൾ, അതായത് ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമുക്ക് പലതരത്തിലുള്ള വരുമാനമുണ്ട്, പലതരത്തിൽ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. ഇത് ഒരു ഇൻകം ടാക്സ് സംബന്ധമായ ഒരു റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇത് എവിടെയൊക്കെ ചേർക്കണം, എങ്ങനെയൊക്കെ ആനുകൂല്യം കിട്ടും, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് അറിയാൻ പറ്റുന്നത്, കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഇന്റേൺഷിപ്പ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു CA-കാരന്റെ ഫേമിൽ പോയി ഇതൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള അക്കൗണ്ടന്റിനെ ധാരാളം ആവശ്യമുണ്ട്. കാരണം പ്രത്യേകിച്ചും ഇന്ന് കേരളത്തിൽ എറണാകുളം ജില്ലയിൽ ധാരാളം സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ഇതിന്റെ ആവശ്യമുണ്ട്. ഇപ്പം തൊഴിലില്ലായ്മ എന്നുള്ള ഒരു സംഗതി ഉണ്ടോ എന്ന് നമ്മൾ ഈ ബുധനാഴ്ച ദിവസത്തെ മലയാള പത്രങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രമായാലും മാധ്യമങ്ങൾ നോക്കി നമുക്ക് മനസ്സിലാവും. ഇല്ല. കാരണം ഇങ്ങനെ ധാരാളം ആവശ്യപ്പെട്ടുകൊണ്ട് ഇഷ്ടംപോലെ ഒഴിവുകൾ വരുന്നുണ്ട്. അത് അത്യാവശ്യം ഡീസൻ്റായ സാലറിയോട് കൂടിയാണ് ആ ജോലികളെല്ലാം. അപ്പോൾ ഇങ്ങനെ വേണം വിദ്യാഭ്യാസം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ചൂസ് ചെയ്യാനായിട്ട്. ജോബ് ഫെയർ എന്ന് പറയുന്ന സംഗതിക്കകത്ത് കമ്പനികൾ വന്നിങ്ങനെ നിരന്നിരിക്കും. പിള്ളേരും ജോലിക്ക് വേണ്ടി വരും. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ചില ആൾക്കാർ ഇവർ പറയും ഞങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ടെസ്റ്റ് നടത്തണം എന്ന് പറയും. അപ്പോൾ ഇവർ ഈ ബയോഡാറ്റയൊക്കെ മേടിച്ചിട്ട് കൊള്ളാവുന്ന പിള്ളേരോട് അവിടെ വരാൻ പറയും. ഇവർ വന്നു കഴിയുമ്പോൾ കൊടുക്കണത് എന്നാണെന്നറിയുമോ, സപ്പോസ് ഒരു ചെരുപ്പ് കടയിൽ ജനുവരി 1-ാം തീയതി ഇത്രയും സാധനം ഉണ്ടായിരുന്നു, ജനുവരി 31 ആയപ്പോൾ ഇത്രയും സ്റ്റോക്കേ ഉള്ളൂ, ഇതിനിടയിൽ ഇത്രയും സെയിൽ നടത്തി, ഇത്രയും സാധനം സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്, ഇതിന്റെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറയും. എന്നിട്ട് ഈ കമ്പ്യൂട്ടറിന് മുന്നിലേക്ക് കൊണ്ടിരുത്തും, ഒരു സമയവും കൊടുക്കും. ഈ പയ്യൻ ഇവിടെ ഇരുന്നുകൊണ്ട് അവിടെയാണ് ഈ ടാലി എന്ന് പറഞ്ഞ സാധനം. ഈ ടാലി ഉപയോഗിച്ചിട്ട് ഇവന് ഈ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. ഇത് 100 പേര് ചെയ്താൽ ഒരാളൊക്കെ ആ ടെസ്റ്റ് പാസ്സാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കേരളത്തിൽ ഇവിടുന്നുള്ള കോളേജുകളിൽ നിന്ന് ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ആൾക്കാരാണ് ഈ കാണിക്കുന്നത്. അപ്പം എന്താണ് അതിനകത്തെ സംഗതി എന്നുള്ളതാണ് സംഗതി മനസ്സിലാവുന്നത്. ഒരു സംഗതിയെ കുറിച്ച് യാതൊരു ധാരണയില്ല. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെല്ലാവരും മാതാപിതാക്കളെല്ലാവരും ചെയ്യേണ്ടത് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ കുറച്ച് ലൈഫ് സ്കിൽസ് ശീലിപ്പിക്കുക എന്നുള്ളതാണ്. അതെ, ഈ ലൈഫ് സ്കില്ല്, ഞാൻ നേരത്തെ സ്കില്ല് പറഞ്ഞപ്പോഴും എനിക്കൊരു ആശയക്കുഴപ്പം വന്ന കാര്യം, മാഡം ഉദ്ദേശിച്ച സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ സ്കില്ല് അല്ലെങ്കിൽ സോഫ്റ്റ് സ്കില്ല്, ഹാർഡ് സ്കില്ല് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കുകയും, ഈ സോഫ്റ്റ് സ്കില്ല് അഥവാ ബോഡി ലാംഗ്വേജ് പോലും, ഇപ്പം ഞാൻ ഇരിക്കുന്ന പോലും നിങ്ങൾ എന്നെ പരിഗണിക്കാവുന്ന ഒരു സ്കിൽ എൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ സ്കില്ലായിട്ട് വരും. അപ്പോൾ ഈ സ്കില്ല് എന്നുള്ള വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. എന്നാലും നമ്മൾ ആർജിക്കേണ്ട കുറച്ച് സ്കില്ലുകളുണ്ട്. ഇതേപോലെ സാർ ഇപ്പൊ പറഞ്ഞു, ചെറുപ്പമായിരിക്കുമ്പോൾ പോസ്റ്റ് ഓഫീസിൽ പറഞ്ഞു വിടുകയോ, അങ്ങനെ പല സ്കില്ലുകൾക്കൊപ്പം നമ്മൾ ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളും കൂടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ സ്വന്തമായി സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ അറിയാം. അതായത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പോസ്റ്റ് ഓഫീസിൽ വിടുക, പോസ്റ്റ് ഓഫീസിന്റെ സേവനങ്ങൾ സ്വയമേ ചെയ്യുന്നതിന് പര്യാപ്തമാക്കി എടുക്കുക. അതുപോലെ ഒരു ബാങ്കിൽ പറഞ്ഞു വിട്ടിട്ട് ബാങ്കിൽ നിന്ന് സേവനങ്ങൾ എങ്ങനെ നേടിയെടുക്കാം അല്ലെങ്കിൽ സേവനങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക.
മനസ്സിലാക്കുക. അതുപോലെ ഒരു കടയിൽ പറഞ്ഞു വിട്ട് പൈസ കൊടുത്ത് അതിന്റെ ബാക്കി തുക ലിസ്റ്റൊക്കെ പരിശോധിച്ച് ബാക്കി തുക എണ്ണി തിട്ടപ്പെടുത്തി വാങ്ങി തിരികെ വീട്ടിൽ വരുന്ന രീതിയിലേക്ക് സ്വയം പര്യാപ്തമാകാൻ സഹായിക്കാവുന്നതാണ്. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മറ്റൊരു കാര്യമുണ്ട്, സ്വന്തം, അതായത് ഇപ്പൊ ചെരുപ്പ്, സ്കൂൾ ബാഗുകൾ, സ്വന്തം പഠന മേശ, ഇതെല്ലാം കൃത്യമായി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കൃത്യമായി ഒരു സ്ഥലത്ത് സൂക്ഷിക്കാനും, അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വന്ന സ്കൂൾ ബാഗിൽ നിന്ന് എല്ലാ സംഗതികളും എടുത്ത് കൃത്യസ്ഥലത്ത് വയ്ക്കാനും, അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്യുവാനും ഉള്ള രീതിയിൽ ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ ഈ വിദ്യാർത്ഥിയെ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ മുതിർന്ന പൗരനായി കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതക്രമത്തിൽ ഇതെല്ലാം പ്രതിഫലിക്കും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലെ ഇപ്പോൾ സാർ ജോലി ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ പോലെ നമ്മുടെ നാട്ടിൽ വേറെ സ്ഥാപനങ്ങളുണ്ടോ? എല്ലാ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും ഒക്കേഷണൽ ഗൈഡൻസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒരു എംപ്ലോയ്മെന്റ് ഓഫീസർ ഒക്കേഷണൽ ഗൈഡൻസ് ഉണ്ട്. ഇതേ സേവനങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ പരിമിതികളുണ്ട്. കാരണം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ മറ്റ് സേവനങ്ങൾക്കൊപ്പമാണ് നൽകുന്നത്. അതേസമയം എംപ്ലോയ്മെന്റ് ബ്യൂറോകളിൽ, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കേരളത്തിലെ 7 യൂണിവേഴ്സിറ്റി ബ്യൂറോകളിലും അവർ ഈ സേവനങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ കുറച്ചുകൂടെ വൈവിധ്യമാർന്ന രീതിയിലുള്ള സേവനം നമുക്ക് അവിടുന്ന് ലഭ്യമാകും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ഗൈഡൻസ് ബ്യൂറോയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന നാഷണൽ കരിയർ സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന മോഡൽ കരിയർ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. മോഡൽ കരിയർ സെന്ററിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗദായകനെയും ഉദ്യോഗാർത്ഥികളെയും പരസ്പരം ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് ജോലി തരാൻ ഉദ്ദേശിക്കുന്നവരെ, കമ്പനികളെയും അതുപോലെ പഠിച്ചിറങ്ങിയവരെയും എല്ലാം ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് അവര് നമുക്ക് തൊഴിൽ മേളകൾ നടത്തുന്നു. അതുപോലെ തന്നെ നാഷണൽ കരിയർ സർവീസിന്റെ പോർട്ടലിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള മോഡൽ കരിയർ സെന്ററുകളിൽ നടക്കുന്ന ജോബ് ഫെയറുകളിൽ ഇവർക്ക് ഓൺലൈനായി നേരിട്ടും പങ്കെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്കിൽ നമുക്ക് വർദ്ധിപ്പിക്കാനുള്ള പരിശീലനങ്ങളും അതിനകത്ത് സൗജന്യമായി ലഭിക്കും. ഇങ്ങനെയുള്ള സേവനങ്ങളെല്ലാം നൽകുന്നുണ്ട്. ഇതും ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ ഈ മോഡൽ കരിയർ സെന്ററും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ സേവനങ്ങളും സൗജന്യമായി, ഇതെല്ലാം സൗജന്യമാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ നാഷണൽ കരിയർ സർവീസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും അതുപോലെ തന്നെ ജോബ് ഫെയറുകൾ പങ്കെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഞങ്ങൾക്ക് നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയെ സമീപിക്കാനാവുക? അതായത് നേരിട്ട് വന്നോ ഫോണിലൂടെയോ? നേരത്തെ നമ്മൾ നമ്പർ പറഞ്ഞിരുന്നു. എറണാകുളത്ത് കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനുള്ളിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ 1ാമത്തെ നിലയിലാണ് യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ഗൈഡൻസ് ബ്യൂറോയും മോഡൽ കരിയർ സെന്ററും പ്രവർത്തിക്കുന്നത്. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ഈ സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. വിളിച്ചിട്ട് വരാനാണെങ്കിൽ എറണാകുളത്തിന്റെ കോഡായ 0484 ചേർത്തിട്ട് 2576 എന്ന നമ്പറിൽ വിളിച്ചിട്ട് വേണം വരുവാനായിട്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാം കരിയറുമായി ബന്ധപ്പെട്ട ഏതൊരു മാർഗനിർദ്ദേശത്തിനും ക്യുസാറ്റ് എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 0484 2576 756 0484 2576 756. അതുപോലെ ഈ സേവനങ്ങൾ തികച്ചും സൗജന്യമാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോ പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കോ ഒന്നും ഈ സേവനം തേടാൻ തടസ്സമല്ല. അതുകൊണ്ട് നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0484 2576 756. ഒരു കരിയർ ഗൈഡൻസിൽ തുടങ്ങി എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് നമുക്ക് കൃഷ്ണകുമാർ സർ പറഞ്ഞു തന്നു. ഇത്രയും നേരം നമ്മൾക്കൊപ്പം ചെലവഴിച്ച ക്യുസാറ്റ് എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ ഡെപ്യൂട്ടി ചീഫ് കൃഷ്ണകുമാർ എസ്, അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. നന്ദി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൗജന്യമായി കരിയർ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ക്യുസാറ്റ് എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ ഡെപ്യൂട്ടി ചീഫ് കൃഷ്ണകുമാർ എസുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ. യുവവാണി സമാപിക്കുന്നു.